എന്താ കട്ട് ചെയ്തത്? അപ്പൊ ഇവന് പഴയതൊന്നും ഓർമ്മ വന്നിട്ടില്ലേ? ഇല്ല, ഓർമ്മ വന്നിട്ടുണ്ടാവും. എന്നോടത് പറയാനുള്ള മടികൊണ്ടായിരിക്കും. ഒന്നോടെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ ശിവനി. ഹലോ ത്രിവിക്രം. ഞാനിപ്പോ സംസാരിക്കാൻ പറ്റിയ മൂഡിലല്ല. ഒരു ഇമ്പോർട്ടന്റ് വർക്ക് ഉണ്ട്. ഐ വിൽ കോൾ യു ടുമോറോ. ത്രിവിക്രം, മഹാദേവ, എന്താ ഇത്? ത്രിവിക്രമിനപ്പോ ഒന്നും ഓർമ്മ വന്നിട്ടില്ലേ? അവൻ എന്നെ ഓർത്തിട്ടില്ലെന്നാണോ? അപ്പൊ പിന്നെ എന്റെ ഹൃദയം ആദിശേഷനെ ഓർത്തുകൊണ്ടിരുന്നപ്പോ മിടിച്ചുകൊണ്ടിരുന്നില്ലേ? അതുപോലെ മിടിക്കാണല്ലോ. എന്താ ഇപ്പൊ ഇങ്ങനെ ഉണ്ടാവാ? മഹാദേവ, എന്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയുന്നില്ലല്ലോ. എത്രയും പെട്ടെന്ന് എന്റെ സംശയങ്ങൾക്കൊരു ഉത്തരം നൽകണേ. ആദിശേഷന് പഴയതെല്ലാം ഓർത്തെടുക്കാൻ കഴിയണേ. നീയാണ് എന്റെ ഭാവി, നീ തന്നെയാണ് എന്റെ ജീവിതവും. ഇപ്പോഴും ഞാൻ ജീവനോടെ ഇരിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. ഞാനാണ് നിന്റെ മുത്തശ്ശി, നീയാണ് എന്റെ പേരക്കുട്ടി. ഞാൻ പറയുന്നതെല്ലാം സത്യമാ. നീ ആ ദിഗ്വിജയന്റെ മകനല്ല. നന്ദീശനാണ് നിന്റെ അച്ഛൻ. നിനക്ക് ജന്മം നൽകിയത് നന്ദീശനാ. ദിഗ്വിജയന്റെ മകൻ നീയല്ല, തൃശൂലാണ്. നോ 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 നോ, ദാറ്റ്സ് നോട്ട് ട്രൂ. ഞാൻ ദിഗ്വിജയന്റെ മകനാ, നന്ദീശന്റെ മകനല്ല. ഈ പണവും പ്രതാപവും ഒക്കെ എനിക്ക് മാത്രം സ്വന്തമാണ്. ത്രിവിക്രം, എന്താണ് ഇതൊക്കെ താഴെ വീണ് കിടക്കുന്നത്? എന്താ പറ്റിയ? ഒന്നില്ല ഡാഡി, ഒരു ഫയൽ എടുത്തപ്പോ തട്ടി മറിഞ്ഞു വീണതാ. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ഫയലാണോ ഈ രാത്രി എടുത്ത് നോക്കാൻ? അത് പിന്നെ ഡാഡി നാളെ രാവിലെ കൊടുക്കാനുള്ളതാ. ശരി ഡാഡി, ഗുഡ് നൈറ്റ്. മോനെ ത്രിവിക്രം, എന്താടാ പറ്റിയത്? ഡാഡി, എനിക്കൊന്നുമില്ല. എനിക്ക് നിന്റെ മുഖം കാണുമ്പോ തന്നെ മനസ്സിലാവും. ഞാൻ നിന്റെ അച്ഛനല്ലേടാ, എന്നോട് കള്ളം പറയാൻ നോക്കണ്ട. ത്രിവിക്രം, നീ എന്നെ നിന്റെ ഫ്രണ്ടായിട്ട് കരുതുമോനെ. എന്ത് കാര്യം ഉണ്ടെങ്കിലും അച്ഛനോട് പറ. നോക്ക്, ഈ ലോകത്തില് അച്ഛനേക്കാളും നല്ല ഫ്രണ്ടിന് മക്കൾക്ക് കിട്ടില്ല. പറയടാ മോനെ. ഡാഡി, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഞാൻ ചോദിക്കട്ടെ? എന്ത് വേണമെങ്കിലും ചോദിച്ചോ. പുതിയ കാർ വേണോ, ലേറ്റസ്റ്റ് ബൈക്ക് വേണോ, യു വാണ്ട് ടു ഗോ അബ്രോഡ്? ഏയ് ഡാഡി, അതൊന്നും അല്ല കാര്യം. ഞാൻ ജനിച്ച ദിവസം തന്നെയാണോ തൃശ്ശൂരിൽ ജനിച്ചത്? എന്താടാ, അത് നിനക്ക് ഇതുവരെ അറിയില്ലേ? എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? അതറിയാം ഡാഡ്. ഞങ്ങൾ രണ്ടുപേരും ഒരേ സമയത്താണ് ജനിച്ചത്. അപ്പോ ഡാഡി വീട്ടിലുണ്ടായിരുന്നോ? ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, പക്ഷേ നിന്റെ അമ്മാവനും നിന്റെ മുത്തശ്ശിയും ഒക്കെ ഉണ്ടായിരുന്നു. ഒരേ ദിവസം, ഒരേ സമയം, ഒരേ സ്ഥലത്ത്. അത് നമ്മുടെ വീട്ടിൽ വെച്ചാ നിങ്ങൾ രണ്ടുപേരും ഉണ്ടായത്. ഇതൊക്കെ എന്താ നീ ഇപ്പൊ ചോദിക്കാൻ? ഒന്നുമില്ല ഡാഡി, ചുമ്മാ അറിയാൻ വേണ്ടി ചോദിച്ചതാ. അപ്പൊ ശരി ഡാഡി, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. നമുക്ക് നാളെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്, സ്ലീപ്പ്.
നീ ആ ദിഗ്വിജയന്റെ മകനല്ല. നന്ദീശനാണ് നിന്റെ അച്ഛൻ. നിനക്ക് ജന്മം നൽകിയത് നന്ദീശനാ. ദിഗ്വിജയന്റെ മകൻ നീയല്ല, തൃശൂലാണ്. മുതലാളി, എന്നെ ഒന്ന് അനുഗ്രഹിക്കേ. എന്താണ് തൃശൂൽ? എന്താ പെട്ടെന്ന്? ഒന്നുമില്ല മുതലാളി, അത് നല്ലൊരു കാര്യം തുടങ്ങാൻ പോവാ. ഇപ്പൊ തന്നെ തുടങ്ങാൻ പോവാ. അതുകൊണ്ടാ അനുഗ്രഹം ചോദിച്ചു വന്നേ. നിന്റെ അച്ഛന്റെ അമ്മയുടെ ആശീർവാദം നീ വാങ്ങിച്ചോ? മുതലാളി, അവരെന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. ആ അനുഗ്രഹം എന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. പ്രധാനമായി ഈ അനുഗ്രഹം എനിക്ക് വേണ്ടേ. നീയും എന്റെ മോൻ തന്നെ അല്ലേടാ. നിനക്ക് ജന്മം തന്നത് നന്ദീശനാണ്. മധുമതിയാണ് നിന്റെ പെറ്റമ്മ. നന്ദീശനാണ് നിന്റെ അച്ഛൻ. ഞാൻ നിനക്ക് ജന്മം തന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ നിന്നെ മറ്റൊരാളായി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതെനിക്കും അറിയുന്ന കാര്യമല്ല മുതലാളി. ഈ സ്നേഹം ഞാൻ അറിയുന്നുണ്ടല്ലോ. പുണ്യം ചെയ്തോന്ന് തന്നെയാ ഞാൻ. കൊള്ളാമല്ലോ, നന്നായിട്ട് സംസാരിക്കാനൊക്കെ പഠിച്ചല്ലോ. ഞാനും നിന്റെ ഈ പ്രായത്തില് എന്തൊരു ജോലിയായാലും ശരി എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കുമായിരുന്നു. നിനക്ക് എന്നെ പോലെ തന്നെ ഒരുപാട് നല്ല ക്വാളിറ്റീസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ത്രിവിക്രമൻ അതൊന്നുമില്ല. അവൻ എന്തൊക്കെയാ ചെയ്യുന്നേ, എന്തൊക്കെയാ പഠിക്കുന്നതെന്ന് ദൈവത്തിന് മാത്രം അറിയാം. മുതലാളി, കൊച്ചു മുതലാളി വെറുതെ ഇങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. ആളെന്തായാലും അടിപൊളിയാണെന്ന് എനിക്ക് ഉറപ്പാ. ആളൊന്നും മനസ്സ് വെച്ചാ എന്ത് വേണമെങ്കിലും സാധിച്ചെടുക്കാൻ പറ്റും. തൃശൂൽ, എന്റെ മകനെ കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ നീ അവനെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത്? അങ്ങനെയൊന്നല്ല മുതലാളി. അവന്റെ കാര്യം വിട് തൃശൂൽ. അവന് നല്ല ബുദ്ധി തോന്നി എപ്പോഴെങ്കിലും ഒരു മാറ്റം ഉണ്ടായാ അത് അവന് തന്നെ കൊള്ളാം. ഞാനായിട്ട് എന്തെങ്കിലും പറഞ്ഞാ അവനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണെന്നൊരു തോന്നലാവന്. ഇപ്പൊ അങ്ങനെയൊന്നും ആലോചിക്കണ്ട മുതലാളി, എല്ലാം ശരിയാവുന്നേ. അല്ലടാ, നിനക്കെന്തോ ഒരു അർജന്റ് ജോലി ഉണ്ടെന്നല്ലേ പറഞ്ഞത്? നീ പോയിക്കോ, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട. എന്നാ ഞാൻ ഇറങ്ങാം. തൃശൂൽ, അതെന്ത് ജോലിയാണെന്ന് പറഞ്ഞ? അത് ഒരു നല്ല ജോലിയാ മുതലാളി. ഞാനത് ചെയ്തതിന് ശേഷം എന്തായാലും പറയാം. ശരി മോനെ. ദൈവമേ, എന്റെ ആദിശേഷനെ നീ എനിക്ക് കാണിച്ചു തന്നില്ലേ? പക്ഷേ അവന് പഴയതൊന്നും ഓർമ്മയില്ലാത്തതുപോലെ എന്തിനാ ചെയ്തത്? കഴിഞ്ഞ ജന്മത്തിലെ ഓർമ്മകൾ വരാതെ എനിക്കും അവന് ഒന്നു ചേരാനാവില്ല. നാഗമാണിക്യം വീണ്ടെടുക്കാനും ആവില്ല. എത്ര കാലം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കാം? എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ദൈവമേ? ത്രിവിക്രമന്റെ പഴയ കാര്യങ്ങളൊക്കെ എപ്പോഴാ ഓർമ്മ വരുന്നത്? അങ്ങ് തന്നെ ഒരു ഉത്തരം തരണം. കാലം അതിനുള്ള ഉത്തരം തരുമെന്ന് പറഞ്ഞിട്ട് അത് വെറുതെ ആയിപ്പോയി. ഇല്ല, എനിക്ക് ഇനിയും കാത്തിരിക്കാൻ വയ്യ. ത്രിവിക്രമന്റെ പഴയതെല്ലാം ഓർമ്മ വരാനായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതിന് അങ്ങയുടെ ആശീർവാദം വേണം എനിക്ക്. ഞാൻ എന്റെ പ്രാണനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന എന്റെ ആദിശേഷനെ ഒരിക്കലും എനിക്ക് നഷ്ടമാവരുതേ. അവന് പഴയതെല്ലാം ഓർമ്മ വന്ന് എന്റെ കൺമുന്നിൽ അവനെ കൊണ്ടു നിർത്തണേ. എന്താ ഇത്? എന്റെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടല്ലോ. അപ്പോ എന്റെ ആദിശേഷൻ എന്നെ കുറിച്ച് ഓർക്കുന്നുണ്ടാവോ? ഇന്നലെ ഇതേ അനുഭവം ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ തോന്നുന്നുണ്ടെങ്കിൽ എന്താ ഇതിനർത്ഥം?
എന്താ ഇത്? ഹൃദയമിടിപ്പ് കൂടിക്കൂടി വരികയാണല്ലോ. അപ്പോ എന്റെ ആദിശേഷൻ ഇവിടെ എവിടെയുണ്ട്. അവൻ എന്റെ അരികിലേക്ക് വരികയാണെന്ന് തോന്നുന്നു. ആദിശേഷ, എന്റെ ശിവാനി വീട്ടിലില്ലാത്തോണ്ടാ ഞാൻ അവളെ നോക്കി ഇവിടേക്ക് വന്ന. ഈശ്വര, അവൾ ഇവിടെ തന്നെ ഉണ്ടാവണേ. അവൾ കുറച്ചു നേരം ഒന്ന് കാണാതായ എന്തോ നഷ്ടമായൊരു തോന്നല. ഈശ്വര, ദയവേത് അവൾ എന്റെ മുമ്പിലൊന്ന് എത്തിക്കും. ഇവിടെയൊന്നും ആദിശേഷനെ കാണാനേ ഇല്ലല്ലോ. ഫോൺ ചെയ്തു നോക്കാം. ശിവാനിയാണല്ലോ വിളിക്കുന്നത്. ഹലോ ശിവാനി. ഹലോ ത്രിവിക്രം, എവിടെയുള്ളത്? ഞാൻ നിന്നെ കുറെ നേരമായിട്ട് തെരഞ്ഞോണ്ടിരിക്കുക. താൻ എന്നെ തെറിയാണെന്നോ? അപ്പോ താൻ എന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടോ? നീ വീട്ടിലാണോ ഉള്ളത്? ഉം. അപ്പോ ശിവാനി, തനിക്കെന്താ പറ്റി? ത്രിവിക്രം, നീ ഇപ്പൊ എന്നെ കുറിച്ച് ആലോചിച്ചിരുന്നോ? ആക്ച്വലി തന്നെ ഇപ്പൊ കാണാന്ന് വിചാരിച്ചേ ഉള്ളൂ. ആണോ? അങ്ങനെയാണെങ്കി വാ. ത്രിവിക്രമൻ എന്റെ ആദിശേഷനല്ലേ. ഞാൻ എവിടെയാ ഉള്ളതെന്ന് അവൻ തന്നെ കണ്ടുപിടിക്കും. ഓ അമ്മേ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നില്ലേ? കണ്ടു കിട്ടിയല്ലേ? നമസ്കാരം മാഡം. എന്താണ് മാഡം അത്? തിരക്കിനിടയിൽ കൂട്ടം തെറ്റിപ്പോയ കുട്ടികളെ കാണാതാവുമ്പോ നോക്കാറില്ലേ? ആ ഒരു അവസ്ഥയായി ഇപ്പൊ എന്റെ. അല്ല, ഈ ഒരു ചെറിയ അമ്പലത്തില് എത്ര നേരമായിട്ട് ഒളിച്ചു കളിക്കുകയാള്. എന്താ മാഡം, ആരെയോ തിരയുന്നുണ്ടായിരുന്നല്ലോ? എന്നെ തന്നെയല്ലേ? എനിക്കറിയാത്. എന്തൊരു ആകാംക്ഷയായിരുന്നു മുഖത്ത്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്റെ ആദിശേഷനെ, എന്റെ ത്രിവിക്രമനെയാ, നിന്നെയല്ല. മാഡം, ഇയാളുടെ മനസ്സിൽ എന്തോ ഒരു വല്ലായ്മയുണ്ടെന്ന് എനിക്കറിയാം. ഞാനിപ്പോ ദേ മുമ്പിൽ തന്നെ നിക്കല്ലേ പറയുന്നേ. രാവിലെ തന്നെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്റെ ദേവതയെ കാണാൻ വേണ്ടി വന്നതാ. അത് പിന്നെ ദൈവത്തെ കണ്ടൊരു ഹർജി സമർപ്പിച്ച് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു, അതാ വന്നേ. തൊഴുതിട്ട് പൊയ്ക്കും. നീ വന്നത് ദൈവത്തെ കണ്ട് പ്രാർത്ഥിക്കാനല്ലേ? എന്നിട്ട് അത് ചെയ്യാതെ എന്റെ പിറകെ നടക്കുന്നത് എന്തിനാ? എന്റെ ദൈവം നിങ്ങളല്ലേ മാഡം? ശിവാനി, ശിവാനി ഈയിടെയായിട്ട് ഭയങ്കര വിയേഡായിട്ടാണല്ലോ പെരുമാറുന്നത്. ഇതിനിടയിൽ മുത്തശ്ശിയാന്ന് പറഞ്ഞ് വേറൊരാള് പ്രശ്നം ഉണ്ടാക്കുന്നു. ആ രാജകുമാരി എന്നാൽ നിനക്ക് ജീവന്റെ ജീവനാ. പക്ഷേ ആ രാജകുമാരിയെ നിനക്ക് കിട്ടില്ല. ഇനി ആ സ്ത്രീ പറഞ്ഞ ശരിയായിരിക്കോ? ശിവാനി എന്നിൽ നിന്ന് അകന്നു പോവോ? നോ 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 നോ. ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അതെന്താന്ന് കണ്ടുപിടിച്ചാ പറ്റും. എന്നാ
ശിവാനി ഈ സമയത്ത് എവിടേക്കായിരിക്കും പോയിട്ടുണ്ടാവുക? വാക്കിങ്ങിന് പോയിട്ടുണ്ടാവോ? ഈ സമയത്ത് ആരെങ്കിലും വാക്കിങ്ങിന് പോവോ? ടെമ്പിൾ? ശിവാനി അമ്പലത്തിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. എന്തിനാ എന്റെ പിറകെ വന്ന് ശല്യം ചെയ്യുന്നേ? അയ്യോ മാഡം, ഞാനിവിടെ എന്ത് ശല്യം ചെയ്യാൻ വന്നു? ഞാനിവിടെ പ്രദക്ഷിണം ചെയ്യല്ലേ, മാഡം അല്ല ചുമ്മാ മുന്നിൽ വന്നു നിന്ന്. ആണോ? ആ ഏയ് മാഡം, ഇതെന്താ പുറകെ പോന്ന്? അത് പിന്നെ തിരിച്ചു നടന്ന പ്രദക്ഷിണം പൂർത്തിയാവില്ല. ദൈവത്തിന് അത് ഇഷ്ടാവില്ലെന്നേ. അതെനിക്കും അറിയാം. നീ മുമ്പിൽ നടക്ക്. ഞാനോ? എന്തിനാ നിന്നത്? മാഡം, ഇപ്പൊ എന്റെ പുറകെ കൂടെ ഇങ്ങനെ നടക്കുമ്പോഴേ ഞാൻ പറഞ്ഞ വാക്ക് സത്യമാവുന്ന പോലെ ഒരു തോന്നല്. എന്ത് പറഞ്ഞു? അത് തന്നെ, ഇയാൾ എന്നെ സ്നേഹിച്ചു തുടങ്ങും, അത് സഹിക്കാനാവാതെ എന്റെ പുറകെ നടക്കുന്ന വാക്ക്. എന്ത് ചോദിച്ചാലും അതിനൊരു ഉത്തരം ഉണ്ടാവും അല്ലേ? ഞാൻ നിന്റെ പിറകെ വരുന്നുമില്ല, നിന്നെ പ്രേമിക്കുന്നുമില്ല. അമ്മേ നോക്ക്, ഇത് തന്നെയാ. എപ്പോഴും നീ എന്റെ മുമ്പിൽ ഉണ്ടാവണം, ഞാൻ നിന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. മോനെ വാ ഇവിടെ. ഞാനോ? ഓക്കെ. എന്തിനാ എന്നെ വിളിച്ചേ? ഞാൻ കൊറേ നേരമായി നോക്കി നിക്കണു. നീ എന്തിനാ പെൺകുട്ടിയുടെ പുറകെ നടന്ന് ശല്യം ചെയ്യണേ? എന്താ വേണ്ടേ നിനക്ക്? അത് പിന്നെ അവളെ എല്ലാ പയ്യന്മാരും കണക്കാ. എന്തിനാ കുട്ടിയെ ശല്യം ചെയ്യുന്നേ? പ്രാർത്ഥിക്കാൻ വന്നതാണെങ്കിൽ അത് ചെയ്താ പോരെ നിനക്ക്? അങ്ങനെ ചെയ്ത നിന്റെ തലയിലെടുത്തെങ്കിലും നന്നാവും. അങ്ങനെ പറഞ്ഞു കൊടുക്കും മുത്തശ്ശി. കുറച്ച് നല്ല ബുദ്ധി വരട്ടെ. ആന്റി, ആ പറഞ്ഞ പോലെ നമുക്ക് എന്താണോ വേണ്ടത് അത് മനസ്സിലിട്ടിട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാ അത് ഉറപ്പായിട്ട് നടക്കൂ. ആ, ഉറപ്പായിട്ട് നടക്കും. ശരി ആന്റി, താങ്ക് യു. ആ ചെല്ല്. ശിവാനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവൾ എനിക്ക് തന്നെ തരണേ. തൃശൂൽ, എന്താ കാണിക്കുന്ന നീ? എടാ ചെറുക്ക, ദൈവത്തോട് ചെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് നീ എന്തിനാണ് അവളുടെ മുമ്പിൽ കൈകൂപ്പി നിക്കണേ? ആന്റി, എന്റെ മനസ്സിലുള്ളതേ സാധിച്ചു തരേണ്ടത് ആ ഈശ്വരനല്ല, ഈ നിൽക്കുന്ന ഭഗവതിയാ. ആന്റി, ഞാൻ അവളെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. എന്നെ അംഗീകരിക്കേണ്ട വലിയ മനസ്സ് കാണിക്കേണ്ടത് ഇയാൾ തന്നെ. ഇനി ഭാവിയിൽ ഒരുമിച്ച് ജീവിക്കേണ്ടത് ഞങ്ങൾ തന്നെ. ഇവളാണ് എന്റെ പേര്. എന്തായാലും ദൈവം നിങ്ങൾക്ക് നല്ലത് വരുത്തട്ടെ. മാഡം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുള്ള കാര്യം ഉറപ്പല്ലേ? വന്ന് നിന്റെ കളി കുറച്ച് കൂടുന്നുണ്ട് തൃശൂർ. ഇനിയും ഈ സ്നേഹമൊന്നും മനസ്സിലാക്കിയേ കൊള്ളാന്നൊരു തോന്നലില്ലേ? നോക്ക്, നിനക്ക് ഞാൻ എന്റെ സുഹൃത്തിന്റെ സ്ഥാനം തന്നിട്ടുണ്ട്. അധികം കളിച്ച അതും ഇല്ലാതാ. ശരി, ഇനി മുതൽ കെട്ടിയവനായിട്ടൊരു പ്രൊമോഷൻ തന്നേക്ക്. ശിവാനി തൃശ്ശൂര് പൊന്നു പോലെ നോക്കും. ഈ സ്നേഹം എന്ന് പറയുന്നത് പിടിച്ചു വാങ്ങാൻ പറ്റില്ല തൃശൂർ. അതൊരിക്കലും നടക്കില്ല. മാഡം, ഈ പ്രപഞ്ചത്തില് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമില്ല. പ്ലീസ് തൃശൂർ, എന്റെ പിന്നാലെ ഇങ്ങനെ വന്ന് എന്നെ ശല്യം ചെയ്യല്ലേ. എന്റെ സ്നേഹം നിനക്കുള്ളതല്ല, അത് പറഞ്ഞ് നിനക്ക് മനസ്സിലാവുകയില്ല. എന്റെ സ്നേഹം ഇയാൾക്ക് മനസ്സിലാവുന്നില്ല. ശരി, ഒരു കാര്യം ചെയ്യാം. എന്റെ ഇഷ്ടം ഞാൻ മനസ്സിലാക്കി തരാം, നിങ്ങളുടെ ഇഷ്ടം എനിക്ക് മനസ്സിലാക്കി തരാം. പ്ലീസ്, ദൈവത്തെ ഓർത്ത് ഇനി നീ ഒന്നും സംസാരിക്കല്ലേ. ആയിക്കോട്ടെ, ഇനി മേലിൽ ഞാൻ ഇയാളെ ശല്യപ്പെടുത്തില്ല. സത്യമായിട്ടും എന്റെ പുറകെ ഇനി നടക്കില്ലല്ലോ. താങ്ക് യു സോ മച്ച്. ഹലോ മാഡം, ഞാൻ ഇനി ശല്യപ്പെടുത്തില്ലെന്നേ പറഞ്ഞോളൂ. സ്നേഹിക്കുന്നത് നിർത്താന്ന് പറഞ്ഞിട്ടില്ല. ശിവാനിയെ സ്നേഹിക്കുന്നത് ഈ തൃശ്ശൂരിന്റെ ജീവിതാഭിലാഷ ലക്ഷ്യ. തൃശൂൽ, നിന്നെ... അയ്യോ മാഡം, വേണ്ട.